തനിക്ക് ലഭിച്ചിട്ടുള്ള ദാനങ്ങളെ പ്രതി അവൾ ദൈവത്തിനെ നിരന്തരം സ്തുതിക്കുകയും കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ സ്നേഹം മാത്രമാണ് നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നതെന്നും അവൾ വിശ്വസിച്ചു. ദൈവത്തിങ്കിലേക്ക് സുനിശ്ചിതമായി നയിക്കുവാനുള്ള വിശിഷ്ടമാർഗം സ്നേഹം മാത്രമാണ് എന്ന ബോധ്യമുണ്ടായിരുന്ന തെരേസ ആ സ്നേഹത്തിൽ ജീവിക്കുവാനും ദൈവത്തിനായി ആത്മാർപ്പണം ചെയ്യുവാനും തയ്യാറായി. അവളുടെ വാക്കുകളിൽ അത് പൂർത്തിയാക്കണമെങ്കിൽ, സ്നേഹത്തിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ അത് താഴ്ന്ന ശൂന്യത വരെയും താഴ്ന്നു വരണം. ശൂന്യമായ അഗ്നിയായി രൂപാന്തരപ്പെടുത്തുകയും വേണം. അഗാധമായ എളിമ പരിശീലിക്കുകയും അതിലൂടെ സ്വയം ശൂന്യമാകുകയും ആ ശൂന്യതയിലേക്ക് യേശുവിന് ഇടം കൊടുക്കുവാനും അവൾ പരിശ്രമിച്ചു. കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത യേശുവിൻ്റെ എളിമയുടെ പ്രകാശത്തെ ധോരണിയായി തീരുവാൻ അവൾ ആഗ്രഹിച്ചു. അവൾ സെലിനെഴുതി, എളിമപ്പെടുക എന്നത് വലിയ ഭാഗ്യമാണ്. ഈശോയെ മാത്രം നമ്മുടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ എളിമപ്പെടുത്തി സ്വയം മറകൊള്ളേണ്ടിയിരിക്കുന്നു. സമർപ്പണ ജീവിതത്തിൽ സന്യാസാനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണെന്ന് തെരേസ സുവിശേഷത്തിൽ നിന്നും മനസ്സിലാക്കി. ഹൃദയത്തിൽ എളിമയുള്ളവർക്കും എളിമ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നവസന്യാസികളെ തെരേസ പഠിപ്പിക്കുമായിരുന്നു. അപ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നു അവൾ നയിച്ചിരുന്നത്. അധികാരികളിലൂടെ യേശുവാണ് സംസാരിക്കുന്നതെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിച്ചു. അവൾ മഠാധിപ ഗൊൺസാഗ അമ്മയ്ക്ക് എഴുതുന്നു, അതെ, ഞാൻ യേശുവിൻ്റെ തിരുമനസ്സ് മാത്രം അന്വേഷിക്കുമ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ. അതുകൊണ്ട് സാധു ചെറുപുഷ്പമായ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അനുസരിക്കുന്നത് അധികാരികളുടെ സ്വരത്തിൽ യേശുവിൻ്റെ സ്വരം കൊച്ചുരേസ്യ ശ്രവിച്ചിരുന്നു. യേശുവിൻ്റെ തിരുമനസ്സ് നിറവേറ്റുകയായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം. യേശുവിൻ്റെ തിരുസഭയ്ക്ക് അധികാരികളിൽ കൂടിയും സഭയിലൂടെ നിയമങ്ങളിൽ കൂടിയുമായിരുന്നു തെരേസ അറിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് കൊച്ചുരേസ്യ പറയുന്നത്, നല്ല ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റുകയും അവിടത്തേക്ക് പ്രസാദകരമായ ജീവിതത്തിൽ ആത്മബലിയായി അർപ്പിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.